ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ആടുജീവിതം മൈ എക്സ്പെക്റ്റേഷൻ. ആടുജീവിതം സിനിമയെക്കുറിച്ചുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻ. ആടുജീവിതം ദ ഗോഡ് ലൈഫ്. ട്രെയിലർ കണ്ടിട്ടിങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് ആടുജീവിതം. ഇതിനോടകം 3 മില്യൺസ് വ്യൂസ് യൂട്യൂബിൽ നേടി തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആടുജീവിതം ട്രെയിലർ. അപ്പം ഞാൻ നോക്കുമ്പോൾ 3 മില്യൺ ആയിരുന്നു. അപ്പോൾ അതിന് മേളിൽ പോയിട്ടുണ്ട്. അപ്പോഴത് കണ്ടിട്ടിങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ് രാജുവേട്ടൻ, പൃഥ്വിരാജ് സുകുമാരൻ. ഒരു നാഷണൽ അവാർഡിനുള്ളൊരു പെർഫോമൻസാണ് ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നാഷണൽ അവാർഡ് മുടക്കുന്നുണ്ടല്ലോ രാജുവേട്ടൻ. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ ബ്ലസ്സി. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഇതിനെ ഇത്രയേറെ ഹൈപ്പ് അല്ലെങ്കിൽ ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ റീസൺ പൃഥ്വിരാജ്, രണ്ടാമത്തെ റീസൺ ബ്ലസ്സിയുടെ സിനിമ. അപ്പോഴൊരു യഥാർത്ഥ സംഭവ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഇത് 2008 പുറത്തിറങ്ങിയ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ്. ആ നോവലാകട്ടെ യഥാർത്ഥ ഒരു സംഭവത്തെ നോവലാക്കിയായിരുന്നു. അപ്പോൾ 2009 മുതൽ ബ്ലസ്സി ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു. പക്ഷേ ചിത്രം പുറത്തിറങ്ങാനായിട്ട് അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ആ ഒരു ബഡ്ജറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം വർഷങ്ങളോളം നീണ്ട് ഇപ്പോഴാണ് ചിത്രം റെഡിയാവുന്നത്. 2024, അതായത് ഏകദേശം ഒരു 15 വർഷത്തോളം ഈ സിനിമയുടെ പിറകെയായിരുന്നു ബ്ലസ്സി എന്ന് പറയാം. അപ്പോൾ 2008 അദ്ദേഹം ഈ നോവൽ വായിക്കുകയും 2009 ഈ സിനിമയെക്കുറിച്ച് സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം പൃഥ്വിരാജായിരുന്നു. അപ്പോൾ തന്നെ പൃഥ്വിരാജിനെ ഡേറ്റൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് പക്ഷേ ചിത്രം സാക്ഷാത്കരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ചിത്രം ഈ ഇന്ന് കാണുന്ന ഈ ലെവലിലേക്ക് എത്തുവാനായിട്ട് 15 വർഷങ്ങൾ എടുത്തു എന്നാണ് സത്യം. ഇതിൻ്റെ ലൊക്കേഷൻസൊക്കെ പറയുമ്പോൾ സഹാറ മരുഭൂമി, അതോടൊപ്പം ജോർദാനിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ്. ഇതിൻ്റെ അൾജീരിയ, ജോർദാനൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ് ഇതിൻ്റെ ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ മനോഹരമായ വിഷ്വൽസ് ഇങ്ങനെ കാണുവാനായിട്ട് സാധിച്ചു. സുനിൽ KS ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആ ആടിൻ്റെ കണ്ണിലിങ്ങനെ പൃഥ്വിരാജിൻ്റെ ആ ഒരു രൂപം തെളിയുന്ന ആ സീനൊക്കെ, ആ വിഷ്വലൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അതോടൊപ്പം പാമ്പുകളുടെ സീന്, പിന്നെ മരുഭൂമിയിലെ ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്തു. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന AR റഹ്മാനാണ്. AR റഹ്മാനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചത് മലയാളത്തിൽ നിന്നാണ്. യോധ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയർ എവിടെ ചെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പിന്നീട് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലൊരു സിനിമ ചെയ്തത്. 2022 പുറത്തിറങ്ങിയ മലയൻ കുഞ്ഞ് ഫഹദിൻ്റെ. അതിനുശേഷം ഇത് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ മലയാള ചിത്രമാണ് ഇപ്പോൾ ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ AR റഹ്മാൻ്റെ ആ ഒരു ബ്രില്യൻറ്റ് മ്യൂസിക്കും ഒക്കെ കൂടെ ആകുമ്പോഴേക്കും ചിത്രം വേറെ ലെവലാകുമെന്നതിൽ യാതൊരു സംശയമില്ല എന്ന് തന്നെ പറയാം. പിന്നെ ബ്ലസ്സിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടായിരുന്നു. അതായത് ലോഹിതദാസ്, പത്മരാജൻ, ജയരാജ് എന്നീ മികവുറ്റ സംവിധായകൻ, മലയാളത്തിലെ തന്നെ മികവുറ്റ സംവിധായകന്മാരുടെ കീഴിലായിരുന്നു അദ്ദേഹം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത്. അതിൻ്റെയാണ് ഇന്ന് ഈ കാണുന്ന ലെവലിലേക്ക് അദ്ദേഹം എത്തിയതെന്ന് പറയാം. അദ്ദേഹത്തിന് ആദ്യ ചിത്രം തന്നെ പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രമാണ്. 2004 പുറത്തിറങ്ങിയ കാഴ്ച, തൊട്ടുപിറകെ തന്മാത്ര, അതിന് പുറകെ പളുങ്ക്, അതിന് പുറകെ കൽക്കട്ട ന്യൂസ്, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. അവസാനം 2013 പുറത്തിറങ്ങിയ കളിമണ്ണായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. അതിനുശേഷം 11 വർഷത്തോളമായി അദ്ദേഹത്തിന് അടുത്തൊരു സിനിമ വരുവാൻ വേണ്ടി ആടുജീവിതം. ഉറപ്പായിട്ടും ഇന്ത്യ സിനിമാ ലോകത്ത് ചർച്ചയാകാൻ പോകുന്നൊരു സിനിമയായിരിക്കും ആടുജീവിതം എന്നാണ് ഇത് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ, രാജുവേട്ടൻ, മലയാളികളുടെ യങ് സൂപ്പർ സ്റ്റാർ രാജുവേട്ടൻ. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു നാഷണൽ അവാർഡ് രാജുവേട്ടനുള്ളതാണെന്ന്. അമ്മാതിരി ഡെഡിക്കേഷൻ ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ഡെഡിക്കേഷൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഈ കഥാപാത്രം കാണുമ്പോൾ, ഈ വിഷ്വൽസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ആ ഒരു വെയിറ്റ് കുറച്ചുകൊണ്ടുള്ള ആ ഒരു കഥാപാത്രം. ഇതിൽ നജീബ് എന്നൊരു കഥാപാത്രത്തെയാണ് രാജുവേട്ടൻ അവതരിപ്പിക്കുന്നത്. അതായത് ഒരു ഫാമിൽ ആടുകളെ മേയ്ക്കുന്ന, സൗദി അറേബ്യയിലെ ഒരു ഫാമിൽ ആടുകളെ മേയ്ക്കുന്ന ഒരു മലയാളിയായ ഒരു വർക്കറായിട്ടാണ് രാജുവേട്ടൻ ഇതിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം നജീബ്. അപ്പോൾ ആ ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി എടുത്ത ആ ഒരു എഫേർട്ട്, ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ സിനിമയോടുള്ളൊരു ഇഷ്ടം, സിനിമയോടുള്ളൊരു പാഷനാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഉറപ്പാണ് നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ പഴയ ഇൻ്റർവ്യൂവിൽ നമുക്ക് നോക്കിയാൽ സാധിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്,
തൻ്റെ ഏറ്റവും മികച്ച ഫിലിം ഫേസ് അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു മികച്ച ഫേസ് എന്ന് പറയുന്നത് 40 വയസ്സിന് ശേഷമായിരിക്കുമെന്ന് അദ്ദേഹം ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് ചിലപ്പോൾ അതിനൊരു തുടക്കമായിരിക്കാം. അദ്ദേഹത്തിന് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനി വരുവാനിരിക്കുന്നുണ്ട്. അവസാനമായി അദ്ദേഹത്തിന് പുറത്തിറങ്ങിയ ചിത്രം സലാറാണ്. മലയാള ചിത്രമല്ലായിരുന്നു അത്. അവസാനമായി പുറത്തിറങ്ങിയ മലയാള ചിത്രം എന്ന് പറയുന്ന കാപ്പയാണ് 2022. അപ്പോൾ നീണ്ടൊരു ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം മലയാളത്തിലൊരു സിനിമയുമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ വളരെയധികം ഉണ്ട്. മാർച്ച് 28 ചിത്രം തിയേറ്ററുകളിലെത്തും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മാർച്ച് 28 സംഭവം ഇറക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.